Next topic is branches of psychology. It is come in the first module. After the history of psychology, it is very important one and it is very relevant one. Likewise, the methods of psychology. Mainly, there are two broad branches in psychology. They are pure psychology and applied psychology. Pure psychology and applied psychology. Pure psychology deals with the formulation of psychological principles and theories. Formulation of psychological principles and theories. It deals with the formulation of psychological principles and theories. Then it suggests various methods and techniques for the analysis, assessment, modification and improvement of behaviors, which means the assessment of behavior, how to conduct the behavior analysis, how to measure a behavior, how to modify a behavior, what are the techniques adopted in behavior modification, etc. come under this branch of psychology. The various methods and techniques for assessing and measuring the behavior developed through various types of experiments. These experiments and the development of theories and principles come under the pure psychology. The pure psychology developed various theories, various principles and laws on the basis of their experiments. And with the help of various experiments, they developed various types of behavior modification techniques. How to modify a human behavior. എങ്ങനെ നമുക്കൊരു ആളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാം, എങ്ങനെ ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് അനലൈസ് ചെയ്യാം, എങ്ങനെ മെഷർ ചെയ്യാം, ഇതെല്ലാം നമ്മൾ കണ്ടെത്തുന്നത് പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റിലൂടെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തിയറീസ് ഡെവലപ്പ് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലോസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ദെൻ ഓൾ ദീസ് ഫിനോമിനാസ് കം അണ്ടർ ദ പ്യുവർ സൈക്കോളജി. ഇതെല്ലാം പ്യുവർ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിലാണ്, ഇതെല്ലാം പ്യുവർ സൈക്കോളജിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അണ്ടർ ദ പ്യുവർ സൈക്കോളജി, ജനറൽ സൈക്കോളജി ഈസ് ബ്രോഡസ്റ്റ് വൺ. ജനറൽ സൈക്കോളജി, പ്യുവർ സൈക്കോളജിയുടെ കീഴിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ജനറൽ സൈക്കോളജിയാണ് ഏറ്റവും വലുത്, ഏറ്റവും ബ്രോഡസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വൈഡ് റേഞ്ചിലുള്ള ഒന്നാണ് ജനറൽ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. It is relatively large area of psychology and it deals with the fundamental rules, principles and theories of psychology related to the behavior of normal adults. നോർമൽ അഡൾട്ട്സിൻ്റെ അല്ലെങ്കിൽ നോർമൽ അഡൾട്ട് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഹൗ ദ പേഴ്സൺ ബിഹേവ് ഇൻ ദാറ്റ് വേ. എന്തുകൊണ്ടാണ് ആളുകൾ ആ പർട്ടിക്കുലർ രീതിയിൽ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഒരു വേ ഓഫ് അഡോപ്ഷൻ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത് നിർത്തുന്നത്, എങ്ങനെയാണ് ആളുകൾ ഓരോ പെരുമാറ്റത്തെയും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്, ദെൻ എങ്ങനെയാണ് ആളുകളുടെ ബിഹേവിയറൽ ചേഞ്ച് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് കൂടുതലും ഈ നമ്മളുടെ ജനറൽ സൈക്കോളജി ഡീൽ ചെയ്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിയറീസ് ഫോം ചെയ്യുകയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്തു, തിയറീസ് ഫോം ചെയ്തു. ഈ ഫാക്ടേഴ്സ് എല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ വരുന്നത് ഏതിൻ്റെ കീഴിലാണ്? ജനറൽ സൈക്കോളജിയുടെ കീഴിലാണ്. ഈ ജനറൽ സൈക്കോളജി വളരെ ബ്രോഡ് റേഞ്ചിലുള്ളതാണെന്ന് പറയുന്നതിന് കാരണവും അത് തന്നെയാണ്. ഓരോ വ്യക്തിക്കും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്, ഓരോ തരത്തിലുള്ള പെരുമാറ്റ വ്യതിയാനങ്ങളുണ്ട്. ഓരോ സമയത്തെയും സ്വഭാവവും ഓരോ സമയത്തെയും പെരുമാറ്റവും എല്ലാം തിരിച്ചറിഞ്ഞ് അതിനെ തിയറിറ്റിക്കലി അതിനെ ഡിഫൈൻ ചെയ്ത് എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ അത്തരത്തിലുള്ള പെരുമാറ്റം ആളുകൾ പുറത്തെടുക്കുന്നത് എന്നുള്ള കാരണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരു തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ അതിന് നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് എന്തായി വരുന്നത്, തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻ അതിന് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്തു വരുന്നത്, ഒരു ഗ്യാപ്പ് വരുമ്പോൾ മാത്രമാണ് അത് സൈക്കോളജിയുടെ അണ്ടറിലാകുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയിൽ തന്നെ എത്രത്തോളം ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ,
അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ തന്നെ പലതരത്തിലുള്ള ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ്, പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിനെ മുഴുവനും ഒരു തിയറട്ടിക്കൽ ഫൗണ്ടേഷനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്ട്രെനുവസ് ആയിട്ടുള്ള വർക്കാണ്. അതുകൊണ്ടാണ് അത് ജനറൽ സൈക്കോളജി ഇത്ര ബ്രോഡസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിനുള്ളിൽ നമ്മളുടെ മോട്ടിവേഷനുണ്ട്. ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ ടെൻഡൻസി ഓഫ് അവർ ബിഹേവിയർ. നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള നമ്മുടെ ഒരു എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ എനർജറ്റൈസ് ചെയ്യുന്ന ഫാക്ടറാണ് മോട്ടിവേഷൻ. ഇതെല്ലാം ഈ ജനറൽ സൈക്കോളജിയുടെ കീഴിലാണ് വരുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ഫാക്ടേഴ്സ് ഉണ്ട്. പേഴ്സണാലിറ്റി ഉണ്ട്. ഇതെല്ലാം ജനറൽ സൈക്കോളജിയുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഇമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ജനറൽ സൈക്കോളജിയുടെ കീഴിലാണ് ഇവയെല്ലാം നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അനദർ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഈസ് അബ്നോർമൽ സൈക്കോളജി, which describes the behavior of abnormal people in relation to their own environment. It deals with the behavior of abnormal people in relation to their own environment. ഓരോ ആളുകളും അവരവരുടെ എൻവയോൺമെൻറ്റിൽ അബ്നോർമൽ പീപ്പിൾ എങ്ങനെയാണ് അവരുടെ എൻവയോൺമെൻറ്റിൽ, അവരുടേതായ എൻവയോൺമെൻറ്റിൽ അബ്നോർമൽ പീപ്പിൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയുള്ള പെരുമാറ്റമാണ് അവരിൽ നിന്നും പുറത്തു വരുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ബിഹേവിയേഴ്സാണ് ഒരു അബ്നോർമലായിട്ടുള്ളൊരു വ്യക്തി, അബ്നോർമൽ ഇൻഡിവിജ്വൽ, വാട്ട് ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് മേ ബി ജനറേറ്റഡ് ഇൻ ഹിസ് ഓൺ എൻവയോൺമെൻറ്റ്, അതിനെപ്പറ്റിയാവും പഠിക്കുന്നത്. ദെൻ അതുകൂടാതെ തന്നെ ദ കോസൽ ഫാക്ടേഴ്സ്, സിംറ്റംസ്, സിൻഡ്രോംസ്, ഡിസ്ക്രിപ്ഷൻസ്. You have a knowledge about the difference between the symptom and the syndrome. I think you know it very well. Then the symptoms, syndromes, descriptions and treatment of abnormalities come under this category, come under this type of psychology. അപ്പോൾ സിംറ്റംസും സിൻഡ്രോംസും അതുപോലെ ട്രീറ്റ്മെൻറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഇതിനെപ്പറ്റിയെല്ലാമാണ് ആര് ഡിസ്കസ് ചെയ്യുന്നത്? ഈ അബ്നോർമൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അബ്നോർമലായിട്ടുള്ള ഒരു വ്യക്തി അവൻ്റേതായ ചുറ്റുപാടുകളിൽ അവൻ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അവന് എങ്ങനെയൊക്കെയാണ് അവൻ്റെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് തുടങ്ങിയതിനെപ്പറ്റി പഠിക്കുന്നത്. കൂടാതെ ഒരു മനോരോഗത്തിൻ്റെ സിംറ്റംസ് എന്തെല്ലാമാണ്, അതിൻ്റെ സിൻഡ്രോംസ് എന്തൊക്കെയാണ്, ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്താണ്, ദെൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്നത് ഏതിൻ്റെ കീഴിലാണ്? നമ്മുടെ അബ്നോർമൽ സൈക്കോളജിയുടെ കീഴിലാണ്. നെക്സ്റ്റ് വൺ ഈ സോഷ്യൽ സൈക്കോളജി. നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഈസ് സോഷ്യൽ സൈക്കോളജി. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് പീപ്പിൾ വിത്ത് അതേഴ്സ്. നമ്മളെ ഗ്രൂപ്പ് ബിഹേവിയർ, നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ പറ്റിയാണ് പറയുന്നത്. കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഗ്രൂപ്പ്സ്, നോ ഡൗട്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്? ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആക്ച്വലി സോഷ്യൽ സൈക്കോളജി ഡീൽസ് വിത്ത് ദ ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരു ഗ്രൂപ്പിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ വരും, അതിനെപ്പറ്റിയൊക്കെയാണ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത്. ദെൻ പിന്നെ അതുപോലെ തന്നെ ദ ഏരിയാസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആർ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, social distancing and prejudice of the people in their personal and social relationships. Which means group dynamics, interest, likes and dislikes, attitudes, social distancing, prejudice are the major reasons behind social distancing. അല്ലേ? അപ്പം ആളുകളുടെ മുൻവിധികൾ, ആളുകളുടെ ധാരണകൾ, ആറ്റിറ്റ്യൂഡുകൾ, മനോഭാവം എന്തായിട്ട് വരും? ഒരു വ്യക്തി അവനൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമായിട്ട് വരും. അവനോട് അകലം പാലിച്ചേ നിൽക്കൂ. അതാണ് ഈ സോഷ്യൽ സൈക്കോളജിയിൽ. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ആളുകൾ ഹൗ ദേ ഫോം ആൻ ആറ്റിറ്റ്യൂഡ്,
how the individuals formate an attitude. Then why did they keep the social distancing? Then in what way they generate interest? Then what are the factors of interpersonal attractions, interpersonal relationship? Then group can influence one's behavior. There are various types of examples. ഒരു ഗ്രൂപ്പിന് വ്യക്തിയുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാൻ സാധിക്കും. പഠിക്കുന്ന ആളുകളോടൊപ്പമാണ് താമസിക്കുന്നത്, മൊത്തം പഠിപ്പിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതെങ്കിൽ ആദ്യമൊക്കെ ബോറടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായി മാറും, അവരും പതിയെ കുറച്ചൊക്കെ പഠിക്കാനുള്ള ടെൻഡൻസി വരും. ഗ്രൂപ്പ് ബിഹേവിയർ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി ഈ അത്ര പഠിക്കില്ലാത്ത ആളാണ് പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടിയേക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ മിടുക്കനാണ് എങ്കിൽ, മിടുക്കിയാണ് എന്നുണ്ടെങ്കിൽ ഈ പഠിക്കുന്നില്ലാതെ ഉഴപ്പി നടക്കുന്ന സ്വഭാവം പഠിപ്പിസ്റ്റുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അല്ലേ? ദാറ്റ് ഈസ് ദ ഇൻഡിവിജ്വൽ ക്യാൻ ചേഞ്ച് ഗ്രൂപ്പ്സ് ബിഹേവിയർ. ഒരു ഗ്രൂപ്പിൻ്റെ പെരുമാറ്റത്തെ ഇൻഡിവിജ്വലിന് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ ഗ്രൂപ്പിനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ഒരു ഗ്രൂപ്പിന് വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അത് ഏതൊക്കെ രീതിയിൽ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ സൈക്കോളജിയിലാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് ഈസ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. Experimental psychology describes the means of carrying out psychological experiments in controlled situation. That means pure psychology, in pure psychology, the researchers trying hard to generate various types of theories and principles regarding individuals' behavior. Then for that purpose, they have conducted various types of experiments. Then the ethical part of the psychological experiments, the method of conducting experiments, then the rights of the subjects. That means subject is a person or animal that has undergone experiments. എക്സ്പെരിമെൻറ്റിന് വിധേയമാകുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? എക്സ്പെരിമെൻറ്റിന് വിധേയമാകുന്നവനെയാണ് നമ്മൾ ഈ എന്തോന്ന് വിളിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ റൈറ്റ്സ് ഉണ്ട് അവർക്ക്. ആനിമൽസ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, ദേ ഹാവ് ദെയർ ഓൺ റൈറ്റ്സ്. ദെൻ നമ്മളുടെ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് വി ആർ നോട്ട് അലൗഡ് ടു അസാസിനേറ്റ് ദെയർ ഹ്യൂമൻ റൈറ്റ്സ് ഓർ ദെയർ റൈറ്റ്സ്. അവരുടെ ആ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാനായിട്ട് നമുക്കാർക്കും അധികാരമില്ല. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെ നടത്തണം? കൺട്രോൾഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട്. കൺട്രോൾഡ് കണ്ടീഷൻ. നമ്മൾ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി പഠിച്ചപ്പോൾ അതിനുള്ളിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. കൺട്രോൾഡ് കണ്ടീഷൻ, കൺട്രോൾഡ് മെത്തേഡ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ലബോറട്ടറി സെറ്റിങ്ങിൽ എങ്ങനെയായിരിക്കണം ഒരു ലബോറട്ടറി സെറ്റിങ്, എങ്ങനെയായിരിക്കണം ഒരു ലബോറട്ടറിയിൽ ഒരു സബ്ജക്റ്റിനോട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, സബ്ജക്റ്റിനെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കണം, അതിനെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയായിരിക്കണം എക്സ്പെരിമെൻ്റ് നടത്തേണ്ടത്, എങ്ങനെ നടത്തിയാലാണ് അത് അവരുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ 1000 കാര്യങ്ങൾ എന്തിനെ ബേസ് ചെയ്തിട്ടുണ്ട്? ഈ നമ്മളുടെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. such branch is called experimental psychology. Next branch is physiological psychology, that is also known as biopsychology. Physiological psychology, there is no physical system or body. If there is no physical system or body, there is no psychology, because every behaviors generated from a biological system. ശരീരമില്ലാതെ പെരുമാറ്റമില്ല, ശരീരവും പെരുമാറ്റവും ഇല്ലാതെ എന്തില്ല? സൈക്കോളജി എന്ന് പറയുന്ന സിസ്റ്റവും ഇല്ല. സോ ബയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്നുമാണ് എന്തിലേക്ക് പോകുന്നത്? ആ ഫിസിക്കൽ സിസ്റ്റത്തിൽ നിന്നുമാണ് ബിഹേവിയേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ബിഹേവിയേഴ്സ് സ്റ്റെമ്മിങ് അപ്പ് ഫ്രം എ ബയോളജിക്കൽ സിസ്റ്റം. And most of the behaviors generated through these biological system. Various factors may be influence their behavior.
but there are physiological basis of behaviors are discussed in this type of in this branch of psychology. Biological basis of behavior. In this branch, they study the internal condition, internal environment of an individual, and internal environment of an individual and internal and they study the internal organs, especially the brain, glands, and other internal organs that are responsible for regulating our behaviors. Entire behaviors are regulated by brain, we know, but there is a major role in hormones. Various other behaviors generated on the basis of the hormone systems and the nervous system. Hormones and nervous systems are responsible for various types of emotional behaviors. So in biopsychology, we are discussing and we are studying the biological basis of behavior, but the level of experience is entirely different. Biological systems can generate certain biological effects on behavior, generate certain behavior, but the feeling component is entirely different. The biopsychology deals such type of phenomena in psychology. They are always searching for the biological basis of behavior. Another interesting branch of psychology is parapsychology. Parapsychology deals with extrasensory perceptions. Extrasensory perception or ESP, extrasensory perception or ESP. ESPs means some of the individuals can experience without the sensations. Experience something without the sensation. ചില ആളുകൾക്ക് സെൻസേഷൻ ഇല്ലാതെ, സെൻസറി സ്റ്റിമുലേഷൻ ഇല്ലാതെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. Such type of phenomena is discussed in parapsychology. An example അവർ പറയുന്നുണ്ട്, എക്സാമ്പിളാണ് ടെലിപ്പതി. To identify, to know the thoughts and feelings of other person. മൈൻഡ് റീഡിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അല്ലെ, മറ്റുള്ളവരുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ദൂരസ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാതെ തന്നെ നമുക്കിവിടെ അതിനെപ്പറ്റി വളരെ വിശദമായ എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ സാധിക്കുക, പ്രീകോഗ്നിഷൻ. അതുപോലെ തന്നെ ദൂരെ നടക്കുന്ന കാര്യങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള ചില ഫിനോമിനയുണ്ട്. ഓൾ സച്ച് ഫിനോമിനാസ് ആർ കം അണ്ടർ ദ പാരാസൈക്കോളജി. Actually, such a type of phenomena are not scientifically proved, but some individuals have such a type of capacities. ചില ആളുകൾക്ക് അങ്ങനെ ചില എബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കുന്നുമില്ല. അതുകൊണ്ട് അതൊരു ഫിനോമിനയായിട്ട് നിലനിർത്തിയിട്ട് പാരാസൈക്കോളജിയുടെ കീഴിലേക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തുന്നത് ക്ലെയർവോയൻസ്, ടെലിപ്പതി എന്നൊക്കെയാണ് നമ്മളിതിനെ ഈ പറയുന്ന ESPസിനകത്ത് വരുന്ന ചില സിസ്റ്റംസാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വായിച്ചെടുക്കുക. നമ്മളുടെ ഫോർച്യൂൺ ടെല്ലേഴ്സ് ഉണ്ടല്ലോ, നമ്മളുടെ മുമ്പോട്ട് ഉള്ള കാര്യങ്ങൾ, ഫോർച്യൂൺ ടെല്ലേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി പ്രവചിക്കുന്നവർ, ഇങ്ങനെയുള്ള ഫ്യൂച്ചർ ടെല്ലേഴ്സൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ എന്താണ് നമ്മൾ ഇങ്ങനെ കപ്പാസിറ്റി ഉള്ള ആളുകളെയൊക്കെ നമ്മൾ പെടുത്തിയിരിക്കുന്നത് ഈ പാരാസൈക്കോളജിയുടെ കീഴിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനോമിനയെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ് പാരാസൈക്കോളജിയുടെ ബ്രാഞ്ച് നിലനിൽക്കുന്നത്. Next branch is geopsychology. Geopsychology describes the relation of environment, weather, climate, soil and landscape with behavior. That means നമ്മുടെ ക്ലൈമറ്റ്, സോയിൽ, അതുപോലെ വെതർ കണ്ടീഷൻസ്, എൻവയോൺമെൻറ്റ്, ഇതെല്ലാം എന്തിനെ ബാധിക്കാം? നമ്മുടെ പെരുമാറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തോന്നിയത്. അന്നേരം അങ്ങോട്ട് ചെയ്തു, വേറെ ഒന്നും നോക്കിയില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പറയാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങളും വളരെ ഉച്ചസ്ഥായിയിലെത്തുന്നതിന് ക്ലൈമറ്റ് ഒരു വലിയ ഒരു കാരണമാകുന്നുണ്ട്.
ക്രൈം റേറ്റ് എപ്പോഴും കൂടി നിൽക്കുന്നത് സമ്മർ സീസണിലാണ് ദാൻ മൺസൂൺ ഓർ വിൻ്റർ. വിൻ്ററിനേക്കാളും മൺസൂണിനേക്കാളും കൂടുതലും ക്രിമിനൽ കേസുകൾ അല്ലെങ്കിൽ ക്രിമിനൽ കേസസ് എന്നല്ല, ക്രൈം റേറ്റ് എപ്പോഴും കൂടി നിൽക്കുന്നത്, ക്രൈം റേറ്റ് വളരെ കൂടുതലാണ്, ക്രൈം റേറ്റ് കൂടി നിൽക്കുന്നത് സമ്മർ സീസണിലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ചില ബുദ്ധിമുട്ടുകൾ. അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് അഡാപ്റ്റീവ്. പലപ്പോഴും ആളുകൾക്ക് അഡാപ്റ്റീവ് ആകാതെ വരുന്നു. ദെൻ ആ എൻവയോൺമെൻറ്റിനോട് അഡാപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അതിനുള്ളിൽ അവർ പറയുന്നുണ്ട്. അതിനുള്ളിൽ ജിയോ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എൻവയോൺമെൻറ്റ് ഈസ് എ മേജർ ഫാക്ടർ. നമ്മളുടെ സൈക്കോളജിക്കൽ സിസ്റ്റവും സൈക്കോളജിയും എൻവയോൺമെൻറ്റും തമ്മിൽ വലിയ ക്ലോസ് റിലേഷൻഷിപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി ഇൻ ഹോസ്പിറ്റൽ സെറ്റിങ്സ്, നമ്മുടെ റൂം സെറ്റിങ്സ്, ഹോസ്പിറ്റലിലെ റൂമുകൾ പലപ്പോഴും നമ്മൾ ഒരു പ്യുവർ സർവീസ് എന്നുള്ള ആസ്പെക്റ്റിലാണ് സംസാരിക്കുന്നത്, ബിസിനസ് എന്നുള്ള ആസ്പെക്റ്റിലല്ല. അങ്ങനെ നമ്മളൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ വളരെ ചെറിയ ഇടുങ്ങിയ മുറികളിൽ രോഗികളെ താമസിപ്പിക്കുന്നുണ്ട്. എക്കണോമിക് ക്ലാസ് എന്നൊക്കെ വേണമെങ്കിൽ പേര് വിടും. വളരെ ചെറിയ റേറ്റ് ഇട്ടിട്ട്. പക്ഷേ അങ്ങനെ ഇടുങ്ങിയ മുറികളിൽ ആശുപത്രിയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ, ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ ഇടുങ്ങിയ ഒരു സെറ്റപ്പിൽ അത്ര നീറ്റല്ലാത്തൊരു രീതിയിൽ ഒരു സെറ്റിംഗ് ഒരു പക്ഷേ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് എന്താകണമെന്നില്ല, ക്യൂറിങ്ങിന് ബെറ്റർ ആകണമെന്നില്ല. അതേസമയം സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ ഫെസിലിറ്റീസ് ഒത്തിരി പ്രൊവൈഡ് ചെയ്യുന്ന, അവനെ വളരെ നല്ലൊരു എൻവയോൺമെൻറ്റ്, അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒരുക്കുന്നതെങ്കിലോ, ഫോർ ഈച്ച് ആൻഡ് എവരി പേഷ്യൻസ് അങ്ങനെയാണ് ഒരുക്കുന്നതെങ്കിലോ അവിടുത്തെ ക്യൂറിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റായിരിക്കും. അതായത് നമ്മളുടെ എൻവയോൺമെൻറ്റ് വളരെ നല്ല സപ്പോർട്ടീവാണ്. എൻവയോൺമെൻറ്റ് സിസ്റ്റത്തിനനുസരിച്ച് നമ്മളുടെ ക്യൂറിങ് റേറ്റിൽ വലിയ വ്യത്യാസമുണ്ട്, രോഗം ഭേദപ്പെടുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. മെൻ്റൽ ഹെൽത്ത്, ദാറ്റ് പ്രൊമോട്ട് ദ മെൻ്റൽ ഹെൽത്ത്. അതുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ ആ റൂമിനുള്ളിൽ വളരെ ഫെസിലിറ്റീസ് ഉണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഗാർഡൻ കാണാം, വളരെ നല്ല മനോഹരമായ എൻവയോൺമെൻറ്റ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രോഗികൾക്ക് വളരെ പെട്ടെന്ന് കംഫർട്ടബിളായിട്ട് വളരെ സ്പീഡി റിക്കവറിയാണ് പലപ്പോഴും പല അസുഖങ്ങളിൽ നിന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ എൻവയോൺമെൻറ്റ് ബേസ്ഡാണ്. നമ്മളിതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടി പോകുന്ന അങ്ങനെയുള്ള ഒരു മുറിയിലെങ്ങാനും കിടന്നായിരുന്നുവെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിൽ ചെല്ലാൻ വീട് കാണുമായിരുന്നില്ല, അതും കൂടി വിറ്റാലും ഹോസ്പിറ്റലിൽ അടച്ചാൽ ബില്ല് തീരത്തില്ല എന്നായിരിക്കാം നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ബട്ട് ബിയോണ്ട് ദാറ്റ് ലെവൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അതാണ്. അവിടെ അസുഖങ്ങൾക്ക് ചികിത്സ എന്ന് പറയുന്നതിൽ എൻവയോൺമെൻറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ വലിയ ഗാർഡൻ സെറ്റ് ചെയ്തിരുന്നു, ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകൾ സെറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവരതിൻ്റെ ക്ലാസ് തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ എന്ന് വിചാരിച്ച് ഇടുങ്ങിയ റൂമിൽ കിടന്നുകൊണ്ട് രോഗം മാറില്ല എന്നോ, വിശാലമായ റൂമിൽ കിടന്നെങ്കിൽ മാത്രമേ രോഗം പെട്ടെന്ന് മാറുകയുള്ളൂ എന്നോ അതിനർത്ഥമില്ല. ദാറ്റ് മീൻസ് ഓൾ ദീസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് അവർ ബിഹേവിയർ. അതുമാത്രം പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. തെറ്റായ ധാരണയിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ചില രോഗം കുറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് വീട്ടിലേക്ക് വിടും. ബാക്കി നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ മരുന്ന് കഴിച്ചാൽ മതി ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ചില ഡോക്ടേഴ്സ് വിടാറുണ്ട്. കാരണം ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ അത് കൺട്രോളിലായി, കുഴപ്പമില്ല. ഇനി ഈ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ ഇവരിങ്ങനെ കിടക്കും തോറും ഇവർക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ്. അതേസമയം അവരുടെ ഫെമിലിയറൈസ് ആയിട്ടുള്ള അവരുടേതായ സ്വന്തം പ്ലേസ്, അത് എത്ര ഇല്ലായ്മകൾ നിറഞ്ഞതായിക്കോട്ടെ, എത്രയൊക്കെ സമ്പന്നത നിറഞ്ഞതായിക്കോട്ടെ, അവരവരുടേതായ പ്ലേസിലേക്ക് ചെല്ലുമ്പോൾ, അവരവർ കിടക്കുന്ന കട്ടിലിൽ, ആ കിടക്കുന്ന സ്ഥലത്ത്, സ്പേസിൽ ചെല്ലുമ്പോൾ തന്നെ പകുതി സന്തോഷവും ആശ്വാസവുമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ വെൽനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾ ദീസ് വെൽനെസ് ആർ ഇൻഫ്ലുവൻസിങ് അവർ ബിഹേവിയേഴ്സ് ആൻഡ് അവർ ക്യൂറിങ്. ഇതൊക്കെ നമ്മൾ വളരെ പ്രൂവൺ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഒത്തിരിയേറെ സ്റ്റഡീസ് ആ ഏരിയയിൽ നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി. Development psychology deals with the process of growth and development in relation to the behavior of an individual from birth to old age. That means ഒരു വ്യക്തി ജനിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള പീരീഡിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. വോം ടു ടോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വോം ടു ടോം ക്ലാസിഫിക്കേഷനാണ് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിൽ വരുന്നത്. ഇൻ ഈച്ച് സ്റ്റേജ് അവർ ബിഹേവിയേഴ്സ് ആർ ചേഞ്ച്ഡ്.
ഓരോ സ്റ്റേജിലും നമ്മളുടെ പെരുമാറ്റം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ പേരൻസും തമ്മിൽ പലപ്പോഴും യുദ്ധം വെട്ടേണ്ടി വരുന്നത്. ആശയപരമായിട്ടുള്ള ഡിഫറൻസ് അഡോളസൻസിലും യങ് അഡൾട്ടുമായിട്ട് നിൽക്കുന്ന നമ്മളും മിഡിൽ ഏജിൽ നിൽക്കുന്ന പേരൻസും ആഫ്റ്റർ 40s മിഡിൽ ഏജിൽ നിൽക്കുന്ന പേരൻസും തമ്മിലുള്ള ക്ലാഷാണ് വീടിൻ്റെ അകത്തളങ്ങൾ എന്ന് പറയുന്നത്. ഈ ക്ലാഷിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? എന്തുകൊണ്ട് ഈ ക്ലാഷ് ഉണ്ടാകുന്നു? ബിക്കോസ് ദ ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ്, behavioral difference, developmental due to the development individuals have their own interest, their own likes, their own dislikes. പേരൻസിനെ സംബന്ധിച്ച് അവരുടേതായ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അവരുടെ ലെവലിലുള്ള ആറ്റിറ്റ്യൂഡ്സ്, ബോത്ത് ഓഫ് ദീസ് ആറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് സിമിലർ. കാരണം അതിൽ ഏജിൻ്റെ ഒരു വലിയൊരു ഏജ് ഡിഫറൻസ് വരും. നമ്മൾ പറയുന്നതിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ കേൾക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഈ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പ്രായത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എങ്കിൽ ഈ പ്രായത്തിൻ്റെ പ്രശ്നത്തെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള നോളജ് ഈസ് പവർ. അങ്ങനെയുള്ള അതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ചിന്തിക്കുന്നത് പോലും എൻ്റെ കാഴ്ചപ്പാടിനോ അനുസരിച്ചല്ല പേരൻസിൻ്റെ. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടാണ്, അവരുടെ ലെവലിലാണ്, മച്വർ അഡൾട്ട്സാണ്, അവർ മിഡിൽ ഏജിലാണ്, അവർക്ക് പലതരം കാര്യങ്ങളുണ്ട്. നമുക്കൊരു കാര്യമുള്ളൂങ്കിൽ അവർക്ക് പലതരം കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ പ്രായമെത്തുമ്പോൾ നമ്മളും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അന്നേരം നമ്മൾ ഓർക്കും, ശരിയായിരുന്നല്ലോ അന്ന് നമ്മളോട് പറഞ്ഞത്, എത്ര ശരിയായിരുന്നു അത്. പക്ഷേ ദാറ്റ് വാസ് ദ ഡിഫറൻസ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും ചൈൽഡ്ഹുഡിലുള്ളപ്പോൾ എന്തൊക്കെ പെരുമാറ്റങ്ങളുണ്ടാകാം, എന്തൊക്കെയാണ് അവർ അതിൻ്റെ പ്രയോറിറ്റീസ് കൊടുക്കുന്നത്, അഡോളസൻസ് ബിഹേവിയർ എന്തൊക്കെയാണ്, ആ അഡോളസൻസിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അതുപോലെ ഇനി അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ വരും, ജെറിയാട്രിക് കെയറിലേക്ക് ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ വരും. ഇങ്ങനെ പല ഡയമെൻഷനിൽ പല രീതിയിലുള്ള ചിന്തകൾ വരാം. ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ വരാം. അങ്ങനെയുള്ള ചിന്തകൾ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അത് ബിഹേവിയറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജും വാട്ട് ആർ ദ മേജർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഇൻ ബിഹേവിയേഴ്സിൽ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരും. 40 വയസ്സായ അപ്പനും 65-70 വയസ്സായ വല്യപ്പനും തമ്മിൽ അടിയാണ്. അതിൻ്റെ കാരണം ഇതാണ്, ആശയങ്ങൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഇങ്ങനെയൊന്നും അല്ല ഒരു കൊച്ചുകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് വേറൊരു ലെവലാണ്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി. അപ്പോൾ ഇങ്ങനെ ആ ബിഹേവിയേഴ്സിനെ ഓരോ സമയത്തും കാണിക്കുന്ന പെരുമാറ്റത്തെപ്പറ്റി പഠിക്കുന്നതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് ഈസ് അപ്ലൈഡ് സൈക്കോളജി. നെക്സ്റ്റ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ഈസ് അപ്ലൈഡ് സൈക്കോളജി. Applied psychology is it is the application of theories generated through pure psychology. Pure psychology ജനറേറ്റ് ചെയ്യുന്ന തിയറീസിനെ, പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ ലോസ് അപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണ് അപ്ലൈഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോളജിയിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് അത് ബിഹേവിയറിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ സൈഡാണ് ഇപ്പോഴും അപ്ലൈഡ് സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നത്. In this branch, researchers discuss the ways and applications of psychological rules, principles, theories and techniques with reference to the real practical situation. ഒരു റിയൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ആശയങ്ങളെ അല്ലെങ്കിൽ ഈ തിയറിയെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിനെപ്പറ്റിയാണ് അപ്ലൈഡ് സൈക്കോളജി ഉള്ളത്. അതിന് കീഴിലും പല ബ്രാഞ്ചുകളുണ്ട്. ഒന്നാമത്തെ ഒരു ബ്രാഞ്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, നഴ്സസ് സൈക്കോളജി. അതായത് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന തിയറീസും പ്രിൻസിപ്പിൾസും എങ്ങനെ നമ്മളുടെ നഴ്സിംഗ് കെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നഴ്സസിൻ്റെ സൈക്കോളജി എങ്ങനെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു, അവരുടെ ഒരു ആശയങ്ങൾ എങ്ങനെയാണ്, അവരുടെ ജനറലി അവരുടെ ആറ്റിറ്റ്യൂഡ്, ഏത് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് ഈ ഫീൽഡിൽ നന്നായിട്ട് ശോഭിക്കുക. ഇതെല്ലാം വരുന്നത് നഴ്സസ് സൈക്കോളജിയിലാണ്. നഴ്സിംഗ് സൈക്കോളജി അത് ഒത്തിരിയുണ്ട്. അത് പേഷ്യൻ്റ് കെയറിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു പേഷ്യൻറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു നഴ്സ് എങ്ങനെയായിരിക്കണം, ആ നഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഈ സൈക്കോളജിയിൽ നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങും ട്രയൽ ആൻഡ് എററും ഒബ്സർവേഷൻ ലേണിങ്ങും എല്ലാം നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഓരോ വ്യക്തിയുടെയും, നഴ്സാവട്ടെ പേഷ്യൻ്റ് ആവട്ടെ, അവൻ്റെ ബിഹേവിയേഴ്സ് ഈ രീതിയിൽ ജനറേറ്റ് ചെയ്തു വന്നതാണ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്തു വന്ന ബിഹേവിയറിനെ
നമുക്ക് ആ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ജനറേറ്റ് ചെയ്ത് വന്ന പല ബിഹേവിയേഴ്സ് ഉള്ള ആളുകളാണ് ഇൻ്ററാക്റ്റ് ചെയ്യുന്നത്. ആ ആളുമായിട്ടാണ് നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള നോളജാണ് ഏറ്റവും വലുത്. അതവൻ്റെ വൈകല്യമാകാം, അതവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം, ആയിക്കോട്ടെ. അതിനല്ല നമ്മളുടെ അപ്പോൾ അങ്ങനെയുള്ള പെരുമാറ്റമുണ്ട്. അപ്പോൾ ഈ പെരുമാറ്റത്തെപ്പറ്റി നമ്മളൊന്ന് പഠിച്ചിരിക്കണം. നിങ്ങൾ സൈക്കാട്രിക് നഴ്സിംഗ് കെയറിലൊക്കെ പോകുമ്പോൾ, സൈക്കാട്രിക് കെയറിങ്ങിലൊക്കെ പോകുമ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ആ പേഷ്യൻസിനോട് ഇങ്ങനെയൊക്കെ ബിഹേവിയർ ജനറേറ്റ് ചെയ്ത് വന്ന ആ പേഷ്യൻറ്റിന് ഏറ്റവും നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ തിയറി പഠിക്കുന്നത്. ഈ തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും വളരെ മോശമായിട്ട് ഹാർഷായിട്ട് പെരുമാറുന്നവരോട് അതേ ഹാർഷായിട്ട് തന്നെ അല്ലല്ലോ നമ്മൾ തിരിച്ച് പെരുമാറുന്ന നേഴ്സസ്. അല്ല, ഹാർഷായിട്ട് പെരുമാറുന്നവരുടെ അടുത്ത് ചിലപ്പം ഒന്നും മിണ്ടത്തില്ല, ചിലപ്പം ചിരിച്ചേച്ചങ്ങ് പോവുള്ളൂ. നമുക്ക് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ പറയാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടോ അല്ല, കുപ്പായം ഇട്ടിരിക്കുന്നു, ഡ്യൂട്ടിയിലാണ്, നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ട്രെയിനിങ് ഉണ്ട്. ദെൻ സൈക്കോളജി പഠിച്ചിരിക്കുന്നു. അയാളുടേതായ രീതിയിൽ അയാൾ പെരുമാറി എങ്ങനെയൊക്കെയോ ജനറേറ്റ് ചെയ്തു വന്ന ബിഹേവിയർ നമ്മൾ അങ്ങനെയുള്ള ആളുകളല്ല. നമുക്ക് കൺക്ലൂഷൻ കൊടുത്തു പോകും, മാറുവാണ് പ്രിൻസിപ്പിൾസ്. അതോടൊപ്പം തന്നെ അത് നമ്മളുടെ പേഴ്സണലിലുള്ള കാര്യങ്ങൾ. ഇനി പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പേഴ്സണാലിറ്റി, അതിന് യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിൽ നമ്മൾ വേറൊരാളാണ്. ഡ്യൂട്ടി ടൈമിൽ നമ്മളങ്ങനെ യാതൊരുവിധ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ല, പകരം എന്തേ ഉള്ളൂ, ഗ്രൂപ്പ് ഇൻട്രസ്റ്റേ ഉള്ളൂ. അങ്ങനെ അത്തരത്തിലുള്ള നമ്മളുടെ ചിന്താഗതികളെ, ഉന്നതമായ ചിന്താഗതികളിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാൻ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് സഹായിക്കും. ദെൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷണലി ഡെവലപ്മെൻറ്റൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം LP സെക്ഷനിലുള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്ന പോലെയല്ല UP സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. LP സെക്ഷനിലെല്ലാം ഹൈസ്കൂളിൽ, ഇതൊന്നുമല്ല ഹയർ സെക്കൻഡറിയിൽ അഡോളസൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. ഹൈസ്കൂളിൽ അഡോളസൻസ് ആണ്, പക്ഷേ ഹൈസ്കൂളിൽ അഡോളസൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹയർ സെക്കൻഡറിയിലെ അഡോളസൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഒന്നുമല്ല ഡിഗ്രിക്ക് വരുന്ന സ്റ്റുഡൻസിനെ അഡോളസൻസ് ഉണ്ട്, യങ് അഡൾട്ട് ഉണ്ട്, ഇവരെ നമുക്ക് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മളുടെ ഈ സൈക്കോളജി നമ്മൾ വളരെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമ്മൾ പറയാറുണ്ട്, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്ലാസ്സിലും സ്റ്റുഡൻസിനെ ഉപദേശിക്കാറില്ല. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഉപദേശം എല്ലാവരും വെറുക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ യൂത്തിൻ്റെ അടുത്ത്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അഡോളസൻസും ഉണ്ട്, അതോടൊപ്പം തന്നെ യങ് അഡൾട്ട്സും ഉണ്ട്, യൂത്തും ഉണ്ട്. നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില പെരുമാറ്റങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം, നല്ലതാണ്. പെരുമാറ്റത്തിലൊരു വ്യത്യാസം കൊണ്ടുപോകാൻ നന്നായിരിക്കും. ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്താൽ അത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ദാറ്റ് ഇസ് മൈ സ്റ്റൈൽ. പേരൻസ് പറയുമ്പോൾ അങ്ങനെ പറയത്തില്ല. ഞാൻ എൻ്റെ പയ്യനോട് പറയുമ്പം ഈ രീതിയിലായിരിക്കില്ല പറയുന്നത്. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. അവിടെ എൻ്റെ റോള് മാറി. അപ്പോൾ ഇങ്ങനെ സൈക്കോളജി എന്ന് പറയുന്ന സിസ്റ്റത്തെ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസിൽ ഉപയോഗിക്കാം, എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എന്തായിരിക്കും സ്റ്റുഡൻറ്റിൻ്റെ സൈക്കോളജി എന്നുള്ളത് പഠിപ്പിച്ചാണ് വിടുന്നത് BEdനും TTCക്കും ഒക്കെ. അവരത് അവിടെ വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കി വിടുന്നത്. എപ്പോഴാണ് ഒരു ലേണിങ്ങിന് ഏറ്റവും നല്ല അന്തരീക്ഷം? മാനസികമായിട്ട് അവനെ ഒരുക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കണം ഇൻ്ററാക്ഷൻസ് നടക്കണ്ടേ? സോഷ്യൽ സൈക്കോളജിയുടെ സിസ്റ്റംസ് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഏത് ഫീൽഡിൽ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസും തിയറീസും അപ്ലൈ ചെയ്യുന്നു, അതെല്ലാം ഓരോ തരം ബ്രാഞ്ചസ് ആണ്, അതെല്ലാം ആപ്ലിക്കേഷനാണ്. ദെൻ അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? ബിഹേവിയർ മോഡിഫിക്കേഷൻ, അബ്നോർമൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. മെഡിസിൻ കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്താം. അതുകൂടാതെ അവർക്ക് ബിഹേവിയറൽ ട്രെയിനിങ്, ബിഹേവിയർ തെറാപ്പി കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ മാറ്റാനായിട്ട് സാധിക്കും. ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ബിഹേവിയർ ക്യാൻ ബി മോഡിഫൈഡ്. നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് അത് നിലനിർത്താനായിട്ട് സാധിക്കും. മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ബിഹേവിയറിൽ മാറ്റം കൊണ്ടുവരാൻ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ക്ലിനിക്കൽ സൈക്കോളജി. ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയും. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെയാണ്
ആളുകളാണ്. അവരുടെ ഇടയിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അവരുടെ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ മാനേജ് ചെയ്യാം, ഓൺട്രപ്രണർ വേയിൽ നമ്മൾ നോക്കുമ്പോൾ റിസോഴ്സസ് എങ്ങനെ മാനേജ് ചെയ്യാം, എംപ്ലോയി വൈസ് നോക്കുമ്പം എങ്ങനെ എനിക്ക് ബെറ്റർ, എങ്ങനെ എനിക്ക് നല്ല ഔട്ട്കം അല്ലെങ്കിൽ റിവാർഡ് എങ്ങനെ കിട്ടും. അപ്പോൾ ഈ റിവാർഡിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ പഠിച്ച റിവാർഡിനെ വെച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ബിഹേവിയേഴ്സിൻ്റെ റിസോഴ്സസിനെ നമ്മൾ മാനേജ് ചെയ്യും. ഒരു മെത്തേഡ് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ അവരുടെ റിസോഴ്സസിനെ നമ്മൾ മാനേജ് ചെയ്യും. അവർക്ക് നല്ല നല്ല ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഇൻസെൻറ്റീവ്സ് കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റെക്കഗ്നീഷൻസ്, അവാർഡ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് അവർക്ക് കൊടുക്കുക, അതിനുള്ളൊരു അവസരം കൊടുത്തുകൊണ്ട് നമ്മളതിനെ മാനേജ് ചെയ്യും. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയാണ്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് തമ്മിൽ എംപ്ലോയീസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ്, എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് വളരെ സ്മൂത്തായിട്ട് പോവുക. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീവൻസ് റിഡ്രസൽസ്, എങ്ങനെയൊക്കെയാണ് എംപ്ലോയീസിൻ്റെ ഗ്രീവൻസസിനെ എങ്ങനെയൊക്കെ നമുക്കതിനെ മാനേജ് ചെയ്യാം, അതിനെ ഏത് രീതിയിൽ പരിഹരിച്ചു വിടാം. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, അതിനെന്തൊക്കെ ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. ഇങ്ങനെ വളരെ രീതിയിൽ. അതുപോലെ ഈ ഹ്യൂമൻ റിസോഴ്സസിനെ നമുക്ക് ഏത് രീതിയിൽ മാക്സിമം റിസോഴ്സസ് എങ്ങനെ ഇവിടെ നമുക്ക് ഇവരിൽ നിന്നും മാക്സിമം റിസോഴ്സസ് എങ്ങനെ നമുക്ക് നേടാം, റിസോഴ്സ് എങ്ങനെ നമുക്ക് നമ്മളുടെ ഈ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയും പല രീതിയിലുള്ള ആസ്പെക്റ്റുകളുണ്ട്. ഇവിടെയൊക്കെ സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ലീഗൽ സിസ്റ്റത്തിൽ വരുമ്പോഴേക്കും എങ്ങനെ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു, അതിലൊരു വിക്ടിം വന്നു, വിക്ടിമുണ്ട്, അതോടൊപ്പം തന്നെ വിക്ടിം അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ വനിതാ ശിശു വികസന സമിതിയുടെയൊക്കെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബ്യൂസ് നടന്നാൽ, ഒരു ഫിസിക്കൽ അബ്യൂസ് ആവട്ടെ നടന്നാൽ, സെക്സ്വൽ അബ്യൂസ് ആവട്ടെ നടന്നാൽ, ഉടനെ എന്ത് ചെയ്യും, ഈ പറയുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിക്ടിമിനെ സംരക്ഷിക്കാൻ പോകും. അവൻ്റെ മാനസികാവസ്ഥ, അവിടെ കൺസൊലേഷൻ കൊടുക്കുന്നു, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, കൂടെയുണ്ട് എന്ന് കൊടുക്കുന്നു, ധൈര്യം കൊടുക്കുന്നു, ചേർത്ത് നിർത്തുന്നു. സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ്, അത് വിക്ടിമിൻ്റെ സൈക്കോളജിയാണ്. അതിനനുസരിച്ച് ഉള്ള സിസ്റ്റം. അതേസമയം ഇവിടെ ഈ പീഡിപ്പിച്ച ആളെ സംബന്ധിച്ച് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൻ ഇതിനു മുമ്പ് ഇത്തരം പരിപാടി ചെയ്തിട്ടുണ്ടോ, അത് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചാണോ, സിറ്റുവേഷണൽ പ്രഷറാണോ, മദ്യപാനിയാണോ, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും എടുത്ത് നോക്കും. ട്രാക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി നോക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ഇതൊക്കെ ലീഗൽ സിസ്റ്റത്തിൻ്റെ അപ്പോൾ ക്രിമിനോളജി എന്ന് പറയുന്നതിലൊക്കെ ഈ പറയുന്ന ബ്രാഞ്ച് ഇതെല്ലാം വരും. അതുപോലെ ഡിഫൻസിൽ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യും. ഡിഫൻസിൽ യൂസ് ചെയ്യുമ്പം എന്താണ് സൈക്കോളജി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത് ഇല്ലേ. ഇവിടെ മനുഷ്യൻ്റെ ഓരോ സ്ലീപ്പ്, ഉദാഹരണം സ്ലീപ്പ് നമുക്ക് സൈക്കോളജി പഠിക്കാനുണ്ട്. എപ്പോഴാണ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നത്, അത് ഏറ്റവും ഡീപ്പ് സ്ലീപ്പ് എപ്പോൾ നടക്കും, ഏത് സമയത്താണ് ഡീപ്പ് സ്ലീപ്പിൽ സ്റ്റേജ് 4 ആണ് ഏറ്റവും ഡീപ്പ് സ്ലീപ്പ്, 3 and 4, അവൻ ആ സമയത്ത് എങ്ങനെയായിരിക്കും. എപ്പോഴും ഉറക്കത്തിൻ്റെ സമയത്ത് വരുന്ന ഒരു സംഭവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. അത് ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതവിടെ എന്ത് ചെയ്യും, മിലിറ്ററി ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് നമ്മളുടെ പാകിസ്ഥാനിൽ പോയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് ഉപയോഗിച്ച ടൈം എപ്പോഴാണ്, വെളുപ്പിന് 3 മണിയാണ്. ഉറങ്ങാതെ ഇരിപ്പുണ്ടെങ്കിൽ അവരും എന്താവും, കുറച്ച് ടയേർഡായി തുടങ്ങും വെളുപ്പിന് സമയത്ത് അല്ലേ. അതിന് എൻവയോൺമെൻറ്റ് അവർ നോക്കി, അമാവാസി ദിവസം തിരഞ്ഞെടുത്തു. അപ്പോൾ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്തൊരു ഡാർക്ക് നൈറ്റാണ് തിരഞ്ഞെടുത്തത്. ഇങ്ങനെ സൈക്കോളജിക്കൽ തിയറീസ് അങ്ങനെ ആ സമയത്തെ സ്ട്രൈക്കിനോടുള്ള അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ച് ഡിലേഡ് ആയിരിക്കുന്ന ഒരു ടീമിനെയാണ് ഡിലേ വരും. ആ ഡിലേയിൽ തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ ലക്ഷ്യം ഭേദിച്ച് തിരിച്ചെത്തും. പിന്നെ അത് കഴിഞ്ഞ് അവരതെല്ലാം ആക്റ്റീവായി വരുമ്പോഴേക്കും ഈ നമ്മളുടെ ദൗത്യം മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചെത്തും. അപ്പോൾ ഇങ്ങനെയുള്ള മിലിറ്ററി സെറ്റിങ്ങിൽ നമ്മൾ നോക്കുന്ന നമ്മുടെ മിലിറ്ററി സെറ്റിങ്ങിൽ നമ്മൾ നോക്കുന്ന മിലിറ്ററി സെറ്റിങ്ങിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ സെലക്ഷൻ്റെ സമയത്ത് മെൻ്റൽ ഫിറ്റ്നസ് നോക്കാം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ സൈക്കോളജിയിൽ ഒത്തിരി പ്രിൻസിപ്പിൾസ് പൊളിറ്റിക്കൽ പാർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ അങ്ങനെയുള്ള അട്രാക്റ്റീവായിട്ടുള്ള ക്യാപ്ഷൻസ്, ഉറപ്പാണ് LDF അല്ലേ, നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് എന്തായിരുന്നു, LDF വരും, എല്ലാം ശരിയാവും. ഈ ക്യാപ്ഷൻസിന് വളരെ പവറുണ്ട്. അത് ആളുകളിൽ വളരെ വലിയ
ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആളുകളിൽ വലിയ വലിയ ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സൈക്കോളജിയുടെ തിയറീസും പ്രിൻസിപ്പിൾസും, അതുപോലെ അഡ്വർടൈസ്മെൻറ്റിൽ അറ്റൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റൻഷൻ, ഏതൊക്കെ ഫാക്ടേഴ്സാണ് അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മൂമെൻറ്റ്സ്, എങ്ങനെയുള്ള മൂമെൻറ്റ്സാണ് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുക എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ എല്ലാ രംഗത്തും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ എന്തായിരുന്നു, ആപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജിയോ അങ്ങനെ എന്തോ ഒരു നമ്പർ ശ്രീവാണിയിൽ കിടപ്പുണ്ട്. നിങ്ങളതൊന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് വയ്ക്കുക. നമുക്കത് ഓഫ്ലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.